നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. ധനകാര്യ സ്ഥാപനത്തിൽ മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിൽ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് രാത്രിയിൽ 2 സമയങ്ങളിലായി വൻ തീപിടുത്തം. വാർത്തകളിലേക്ക് വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ വളരെ വേഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായാണ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഡ്രോൺ ക്യാമറ നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO KT ബിജിത്ത്, SI പത്മരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി വലപ്പാട് വട്ടപ്പരത്തി കരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമക്കേസും 7 അടിപിടിക്കേസും കാപ്പ നിയമപ്രകാരം നാട് കടത്തിയിട്ടുള്ളതും അടക്കം 12 ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ A, സബ് ഇൻസ്പെക്ടർ എബിൻ CN, GSI സാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ മൻസൂർ, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. താന്യം മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി വടക്കൻ മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെമ്മാപ്പള്ളി സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി താന്യം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആൻഡോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ കടുകപീടികയിൽ അധ്യക്ഷനായി. പ്രമോദ് കണിമംഗലത്ത്, ബഷീർ, സക്കീന റസാഖ്, ഷീജ ജോഷി, നിസാർ കുമ്മങ്കണ്ടത്ത്, നാരായണൻ, ഹരിദാസ് ചെമ്മാപ്പള്ളി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജക മണ്ഡലം പര്യടനം ആരംഭിച്ചു. കിഴുപ്പള്ളിക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രചരണം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. UDF തെരഞ്ഞെടുപ്പ് താന്യം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ജനറൽ കൺവീനർ PB രമേശ്, UDF നേതാക്കളായ അനിൽ പുളിക്കൽ, PI ഷൗക്കത്ത് അലി, നൌഷാദ് ആറ്റുപറമ്പത്ത്, NS അയൂബ്, വികാസ് ചക്രവാണി, അബ്ദുൾ സമദ് KA, KK അശോകൻ, അബ്ദുള്ള, VK പ്രദീപ്, VK സുശീലൻ, MK ചന്ദ്രൻ, മിനി ജോസ്, യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ 20ഓളം സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. പര്യടനം വൈകിട്ട് പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ സമാപിച്ചു. രാമൻ നമ്പൂതിരി, ഹബീബുള്ള, ഷാഫി കല്ലുങ്കടവ്, ലൂയിസ് താണിക്കൽ, ഗ്രീന പ്രേമൻ, ബിന്ദു ശരവണൻ, ഷംസുദ്ദീൻ കടുകപീടികയിൽ, പ്രമോദ് കണിമംഗലത്ത്, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥിയായ ശ്രീറാം പേന കൊണ്ട് വരച്ച സ്ഥാനാർത്ഥിയുടെ ചിത്രം സുനിൽ ലാലൂരിന് കൈമാറി. എടമുട്ടം SNS സമാജം ITI DL.Ed അധ്യാപക വിദ്യാർത്ഥികൾ സമൂഹ സമ്പർക്ക സഹവാസി ക്യാമ്പിന് തുടക്കമായി. SNS സമാജം സെക്രട്ടറി രാജേഷ് വെള്ളേക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമാജം ട്രഷറർ സുമോദ് എർണേഴുത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ശ്രീജ, ക്യാമ്പ് ഓഫീസർ അനിത എന്നിവർ സംസാരിച്ചു. മണലൂർ പാലാഴിയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ പ്രചരണാർത്ഥം കുടുംബയോഗം സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. അനീഷ് കുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച അദ്ദേഹം നാട്ടിലെ വികസന മുരടിപ്പിനെ കുറിച്ച് നാട്ടുകാരുമായി സംവദിച്ചു. ഇടത് വലത് മുന്നണികൾ നടത്തുന്ന തട്ടിപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും കേന്ദ്ര പദ്ധതികൾ ലാപ്സാക്കി കളയുന്നതിനെക്കുറിച്ചും വിശദമായി അദ്ദേഹം വിവരിച്ചു. ഞാൻ ആർക്കും വാക്ക് തന്നിട്ടില്ല, പക്ഷെ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ മണലൂർ മണ്ഡലത്തിലാണോ വരുന്നത്? ആണോ? അനീഷിനെ ജയിപ്പിക്ക്. ആ ബണ്ട് ഞാൻ പെർമനന്റ് ബണ്ടാക്കി കെട്ടിത്തരും. മുല്ലശ്ശേരിയിൽ ഒരു കുടിവെള്ള പ്രശ്നം വന്നിട്ട് ഈ വർഷം പരീക്ഷ എഴുതാനിരുന്ന 4 കുട്ടികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആൾത്തറ സംഗമത്തിൽ വന്ന്
ആവശ്യപ്പെട്ടത് അന്ന് മുതൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുക. MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന് വരെയുണ്ട് വക്ര രാഷ്ട്രീയം. അയാളെ എനിക്ക് എവിടെങ്കിലും ഇട്ട് കിട്ടും, ഉറപ്പാണ്. ഇതിപ്പോ പറഞ്ഞാൽ അവരെല്ലാം കൂടെ പറയും പുള്ളി സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. സിനിമ വേണ്ടി വരും പല സ്ഥലത്ത്. ഇപ്പൊ എനിക്ക് പറയാം, കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനത് ചെയ്തു. സ്വന്തം കയ്യിൽ നിന്നാണ് കാശ് കൊടുത്തിട്ട് അവിടെ ആ കുഞ്ഞുങ്ങൾ അടക്കമുള്ള ഒരു പറ്റം വീടുകൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി പമ്പ് കോയമ്പത്തൂരിൽ നിന്ന് മറ്റോ വരുത്തിയാണ്. ആ പമ്പൊന്ന് വെപ്പിച്ചെടുക്കാൻ പ്രയാസം അറിയോ? പെട്ടെന്ന് അതിന്റെ ഫൗണ്ടേഷൻ ശരിയല്ല, ഫൗണ്ടേഷൻ പൊളിച്ചു കെട്ടണം. ഉടനെ ഫൗണ്ടേഷൻ പൊളിച്ചു കെട്ടുന്നു, അതിന്റെ ക്യൂറിംഗ് പീരീഡ് ആയിട്ടില്ല. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? യോഗത്തിൽ 3-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ, രതീഷ് കൂനത്ത്, മനോജ് പണിക്കൻ, സജി കൊറ്റായിൽ, അഞ്ജു ലിധീഷ്, പ്രതാപൻ കൂനത്ത്, ലാൽ പൊറ്റേക്കാട്ട് എന്നിവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചെറിയത്ത് കണ്ടശങ്കടവിൽ പര്യടനം നടത്തി. ഇടത് വലത് മുന്നണികളുടെയും BJPയുടെയും അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും കണ്ടുമടുത്ത ജനങ്ങൾ ജനക്ഷേമവും രാജ്യനന്മയും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുമെന്ന് ആം ആദ്മി നേതാക്കൾ പറഞ്ഞു. സ്ഥാനാർത്ഥിയോടൊപ്പം ആം ആദ്മി പാർട്ടി വളണ്ടിയർമാരായ ഷാജി ഫ്രാൻസിസ്, ലിജോ പാവറട്ടി, ഗോപി എന്നിവർ പങ്കെടുത്തു. ഇത് പൊതുവെ പത്രങ്ങളൊന്നും നമ്മുടെ വാർത്തകൾ കൊടുക്കാറില്ല. അവർക്ക് ഇതുപോലെയുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് ആവട്ടെ പ്രാവശ്യത്തെ വോട്ട്. അപ്പൊ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാവശ്യത്തെ വോട്ട് ചൂലടയാളത്തിലാവട്ടെ. അറിയാലോ, ഡൽഹിയിലും പഞ്ചാബിലൊക്കെ നടത്തിയുള്ള വോട്ട് ആം ആദ്മി പാർട്ടിക്ക് ആവട്ടെ, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. പാചകവാതക ദൗർലഭ്യം പരിഹരിക്കണമെന്നും ഇക്കാര്യത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തളിക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സെന്ററിൽ അടുപ്പുകൂട്ടി സമരവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്ത് അതിർത്തിയിലെ 14 മുതൽ 21 വരെയുള്ള ബൂത്തുകളാണ് തളിക്കുളം സെന്ററിൽ ഒഴിഞ്ഞ ഗ്യാസ് കുറ്റികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വിറക് അടുപ്പിൽ പായസം തയ്യാറാക്കിയത്. പായസം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു. അടുപ്പുകൂട്ടൽ സമരത്തിന് വനിതകളടക്കം 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI സജിത ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KV അനിൽ അധ്യക്ഷനായി. EPK സുഭാഷിതൻ, EA സുഗതകുമാർ, അഡ്വക്കേറ്റ് PR വാസു, കല, ഹിലു മുമ്പ, KR ഗോകുലൻ, ഷമീർ നാലകത്ത്, EPK സുരേഷ്, ബാബു, അനിത, KM മൊയ്തീൻ, EV അനിൽ, KM കൃഷ്ണൻ, PK വിമല തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലഘട്ടത്തിൽ, ഒരു പുതിയ കാലഘട്ടത്തിൽ ഏതൊരു കൊച്ചു വീട് നമ്മൾ എടുത്തു നോക്കിയാലും ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരു വീടോ ഒരു വാണിജ്യ സ്ഥാപനമോ കച്ചവട സ്ഥാപനമോ നമുക്ക് കാണാനായി സാധിക്കില്ല. നാം ഒരു പുതിയ വീട് പണിയുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു വീട്ടിൽ വിറകടുപ്പിന് സ്ഥാനമില്ലാതെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പാചകവാതക ഗ്യാസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങളെ താറുമാറാക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് ഈ പാചകവാതകത്തിന്റെ ലഭ്യത കുറവെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. LDF അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വർഗവഞ്ചകനായ മുകുന്ദനെ പറ്റി ഇവിടെ നമ്മുടെ സഖാവ് സുനിൽ വളരെ വിശദമായി പറഞ്ഞു. അയാളുടെ പോസ്റ്റർ ഇവിടെ കാണുകയുണ്ടായി. നേരിന്റെ പോരാളി എത്ര, നേരിന്റെ പോരാളി, നുണകളുടെ ഫാക്ടറിയിൽ നേരിന്റെ പോരാളി ഉണ്ടാവും. ഏറ്റവും വലിയ നുണകളുടെ ഫാക്ടറിയാണ് BJP. പ്രധാനമന്ത്രി മുതൽ എല്ലാ നേതാക്കളും ആ നുണകളുടെ ഫാക്ടറിയിൽ എവിടുന്ന് നേരിന്റെ പോരാളി ഉണ്ടാവും? അയാളാണ് ഇന്ന് വോട്ട് ചോദിച്ചു വരുന്നത്. എല്ലാ സ്ഥാനങ്ങളും ഈ പ്രസ്ഥാനത്തൊപ്പം നിന്നുകൊണ്ട് എല്ലാ സ്ഥാനങ്ങളും നേടിയെടുത്ത ഒരാൾ ഇന്ന് അതിനെ വഞ്ചിച്ചുകൊണ്ട്, രക്തസാക്ഷികളെ വഞ്ചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം, സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വോട്ട് പോലും ആ വർഗവഞ്ചകന് പോയിക്കൂടാ എന്ന് നമ്മൾ വളരെ കരുതലോടെ നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. AV ശ്രീവത്സൻ അധ്യക്ഷനായി.
CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF നാട്ടിക മണ്ഡലം സെക്രട്ടറി KP സന്ദീപ്, പ്രസിഡന്റ് AS ദിനകരൻ, സ്ഥാനാർത്ഥി ഗീതാഗോപി, മുഹമ്മദ് മുഹസിൻ, TL ജോയ്, KM കിഷോർ കുമാർ, CK കൃഷ്ണകുമാർ, KV രാജേഷ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി സ്കന്ദ കാർത്തികേയ പുരസ്കാര ചടങ്ങും സർഗസംഗമം ദേശത്തെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഒരേ മന്ത്രത്തിലും ഒരേ ശബ്ദത്തിലും ഭഗവാനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരുവിടെ ഒരുമിച്ച് ഒത്തുകൂടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നൊരു നല്ല വേദി നമ്മുടെ കുട്ടികൾക്കായിട്ട് ഇവിടെ അരങ്ങേറുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വേണ്ടപ്പെട്ടവരുടെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ കലാ മികവുകൾ കാണിക്കുവാനും അവർക്ക് ഇനിയുള്ള ഇതിനെ തുടർന്നും ഇനിയുള്ള പടികൾ കയറി മുകളിലേക്ക് പോകുവാനുമുള്ള ഒരു വേദി. കൺവീനർ പ്രീതിമോൻ വാലത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, സീരിയൽ സിനിമാ നടൻ സജിൻ ചെറുകയിൽ എന്നിവരെ സ്കന്ദ കാർത്തികേയ പുരസ്കാരം നൽകി ആദരിച്ചു. സെക്രട്ടറി ശശി പാലോളി, മുഖ്യരക്ഷാധികാരികളായ വിനയൻ പള്ളത്ത്, വിജയരത്നം മഠത്തിപ്പറമ്പിൽ, അനിലൻ മാക്കോത്ത്, സതീശൻ മാക്കോത്ത്, ഭാരവാഹികളായ ഭുവനൻ തണ്ടാശ്ശേരി, മണികണ്ഠൻ കരുവത്ത്, സുമേഷ് കാരാമാക്കൽ, വിവേക് കളപ്പുരയ്ക്കൽ, മാതൃസംഗമം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സർഗസംഗമം എന്ന പേരിൽ ദേശത്തെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രതിഷ്ഠാ ദിനമായ ശനിയാഴ്ച രാവിലെ 9:30 പാൽക്കുടം എഴുന്നള്ളിപ്പ്, കാവടി വരവ്, ഭഗവാന് പ്രത്യേക അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും. രാത്രി തട്ടാടി യുവജന സംഘം, SMC ഐക്യനഗർ, ഭഗവത് എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കാവടി ഘോഷയാത്ര നടക്കും. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. 106 വർഷം പഴക്കമുള്ള കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം നവീകരിച്ചു. ദീപപ്രതിഷ്ഠയുടെ പുനഃസ്ഥാപന സമർപ്പണ കർമ്മം പെരിങ്ങോട്ടുകര ആശ്രമത്തിലെ ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ നിർവഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ ശാന്തി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, ദീപപ്രതിഷ്ഠ, തുടർന്ന് കലശാഭിഷേകം, മഹാനിവേദ്യം, കർപ്പൂരാരാധന, സമൂഹ പ്രാർത്ഥന, പ്രസാദ വിതരണം, അമൃതഭോജനം എന്നിവ നടത്തി. കമ്മിറ്റി ഭാരവാഹികളായ ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ ചേർത്തെടുത്ത്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സെക്രട്ടറി രതീഷ് കൂനത്ത്, കൺവീനർ ഗോപി കോരത്ത്, സുഗതൻ തൊപ്പിയിൽ, അഡ്വക്കേറ്റ് TR ശിവൻ, PA ജയപ്രകാശ്, ജോഷി എറണേഴത്ത്, സുധീർലാൽ കിഴക്കൂട്ട്, വത്സരാജ് കുന്നത്തുള്ളി, സെൻ കല്ലാറ്റ്, ദിലീപ് മൂത്തടുത്ത്, സോണി പൊറ്റേക്കാട്ട്, പ്രദീപ് മാസ്റ്റർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
LDF മണലൂർ കാരമുക്ക് മേഖലാ തെരഞ്ഞെടുപ്പ് റാലി പൊതുയോഗം നടന്നു. CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് അധിഷ്ഠിതമായ ഒരു അടിത്തറയിട്ടു. EMS അച്യുതമേനോൻ, TV തോമസ്, KR ഗൗരിയമ്മ, ഡോക്ടർ AR മേനോൻ എന്നിവരടങ്ങുന്ന നേതൃത്വമുള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കാഞ്ഞാണിയിൽ മണലൂർ കാരമുക്ക് മേഖലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിൽ പോകാനും പണം മുടക്കാനും കഴിയുന്ന ഇടത്തരം മധ്യവരുമാന ശേഷിയുള്ള ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖല എന്ന് സാധാരണ ലോകത്ത് പ്രയോഗമുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് വേറൊരു പ്രയോഗം വന്നിട്ടുണ്ട്. ആരോഗ്യ വ്യവസായം, ഹെൽത്ത് ഇൻഡസ്ട്രി. വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന, കൂടുതൽ വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന, ലാഭം പരമാവധിയാക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയായി, ഒരു വ്യവസായമായി ആരോഗ്യ മേഖല ലോകത്താകെ മാറിയിട്ടുണ്ട്. കേരളത്തിലും അങ്ങനെ മാറുന്ന പ്രതിഭാസമുണ്ട്. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളെ, വൻകിട സ്വകാര്യ ആശുപത്രികളെ തന്നെ ലോകത്തെ വലിയ ഹെൽത്ത് കൺസോർഷ്യങ്ങൾ, ലോകത്തിൽ പ്രവർത്തിക്കുന്ന വൻ ആരോഗ്യ വ്യവസായ രംഗത്തെ കുത്തകകൾ കേരളത്തിലെ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ ചില ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും മറ്റും പഠനങ്ങളിൽ പരാമർശിക്കപ്പെട്ടു. സാജൻ മുടവങ്ങാട്ടിൽ അധ്യക്ഷനായി. TV ഹരിദാസൻ, PA രമേശൻ, PK കൃഷ്ണൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, VN സുർജിത്ത്, കവി രാവുണ്ണി, PK ചന്ദ്രൻ, TD ജോസ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് വ്യാഴാഴ്ച രാത്രിയിൽ 2 സമയങ്ങളിലായി വൻ തീപിടുത്തം ഉണ്ടായി. പാടശേഖരത്ത് സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപം തീയെത്തിയത് പരിഭ്രാന്തി പരത്തി. പാതിരായ്ക്കുണ്ടായ തീപിടുത്ത വിവരമറിഞ്ഞ നാട്ടുകാരും ഓടിയെത്തി. വ്യാഴാഴ്ച രാത്രി 10:45-നും 12 മണിക്കുമായിരുന്നു തീപിടുത്തങ്ങൾ. ഒന്നാമത്തെ പാലത്തിൽ നിന്നും പാടശേഖരത്തിലേക്കായിരുന്നു ആദ്യം തീ പടർന്നത്. ഈ സമയം തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിലൂടെ വന്ന യാത്രക്കാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ച് മടങ്ങി. പിന്നീട് 12 മണിക്ക് ശേഷം മറ്റു പ്രദേശത്തും തീ പടർന്നു. 4ഉം 5ഉം വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് തീ പടർന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇതിനോട് ചേർന്ന് കൊടയാട്ടി പടവിൽ, കോൾപ്പടവിൽ സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്കായി KLDC കൂട്ടിയിട്ടിരുന്ന 100 കണക്കിന് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപം തീ എത്തിയതോടെ ജനം പരിഭ്രാന്തരായി. 2024 മനക്കുടി ചേറ്റുപുഴ പാടത്ത് ഇത്തരം പൈപ്പുകൾ കത്തി അന്ന് 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ പ്രചരണാർത്ഥം LDF വാടനപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ റാലി സംഘടിപ്പിച്ചു. LDF വാടനപ്പള്ളി മേഖലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി വനിതാ പ്രവർത്തകർ പങ്കെടുത്തു. പ്രമീള ബൈജു, ഷൈന മുഹമ്മദ്, റെജിന രാജു, KC സുധ, അസീബ അസീസ്, ഷൈജ ഉദയകുമാർ, ഷീല സോമൻ എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി വയക്കാട്ടിൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. വൈകിട്ട് മുത്തപ്പന് കളം, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, വിഷ്ണുമായ കളം എന്നിവ ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ, വിശേഷാൽ പൂജ, അഷ്ടനാഗക്കളം, വൈകിട്ട് ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം എന്നിവ നടന്നു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ, ഉഷപൂജ, തുടർന്ന് വിഷ്ണുമായ കൊട്ടിലിന്റെ താഴികക്കുടം പ്രതിഷ്ഠ, വിഷ്ണുമായ പ്രതിഷ്ഠ, കലശാഭിഷേകം, വിശേഷാൽ പൂജ, പ്രസാദഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, നട അടയ്ക്കൽ, തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ വിവിധ നൃത്ത സംഗീത കലാപരിപാടികളും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് VS ജ്യോതിവാസ്, സെക്രട്ടറി VS സുധീർ, ട്രഷറർ VP ബിനേഷ്, രക്ഷാധികാരി VB ഗീതാനന്ദൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. Thank you.
കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ സമ്മർ ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി. 2018-ൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ രാഹുൽ വി രാജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഫുട്ബോൾ പ്ലെയറും ട്രെയിനറുമായ ശ്രീരാജ് ആലത്തി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബീന, PTA വൈസ് പ്രസിഡന്റ് നെൽസൺ ബി മാത്യു, SMC ചെയർമാൻ KK കിരൺ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. അറബിക്കടലിന്റെ തിരമാലകൾ സാക്ഷിയാക്കി പാരമ്പര്യ ആയോധന കലയായ കളരിപ്പയറ്റിന്റെ ചുവടുകൾ ഇനി വാടനപ്പള്ളി ബീച്ചിലും ഉയരും. പ്രശസ്തമായ വല്ലഭട്ട കളരിയുടെ വാടനപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശീലന പരിപാടിക്ക് വാടനപ്പള്ളി ബീച്ചിൽ പ്രൗഢഗംഭീരമായ തുടക്കമായി. വലത് കാലെടുത്ത് വലത്തുകൊണ്ട് തൂക്കി നീക്കി ചവിട്ടി അമർന്ന് ഒരുമിച്ച് ഇടത് കാലെടുത്ത് ഇടത്തുകൊണ്ട് തൂക്കി നീക്കി ചവിട്ടി അമർന്ന്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട് തന്നെ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ വിജയം ഇതൊരു വൻ വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയ നമ്മുടെ പ്രാചീന ആയോധന കലാരൂപങ്ങളൊക്കെ തന്നെ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഗുരുനാഥൻ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ മൊബൈലും ഒക്കെ ആയി പിള്ളേർ വളരെയധികം ഇടപെട്ട് കഴിയുന്ന ഒരു കാലഘട്ടം. ഇതിൽ നിന്നൊക്കെ അവർക്ക് മോചനം ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള കളരികൾ വളരെയധികം ഗുണം ചെയ്യും. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വല്ലഭട്ട കളരി സംഘമാണ് എന്നുള്ളത് കൂടുതൽ നന്മ പകർന്നൊരു കാര്യമാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കാനും പുതിയ തലമുറയ്ക്ക് കരുത്തും ആത്മവിശ്വാസവും പകരാനും ഇത്തരം സംരംഭങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർഡ് മെമ്പർ ഷീന സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി. വല്ലഭട്ട കളരി ഗുരുക്കൾ കൃഷ്ണദാസ്, പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, KA ഷക്കീർ, സ്മിത്ത്, ബിനുമോൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് അവരും അവരുടെ വീട്ടുകാർക്കും ഇവിടെ നല്ല അധികാരമുണ്ട്. കാരണം അവരുടെ കൂടെ കളരി കൂടിയാണിത്. കാരണം എന്റെ സ്വന്തമല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കളരി 2 മാസം കൊണ്ട് 1.5 മാസം കൊണ്ടാണ് ഇത് ഇവിടെ വന്നത്. അതിനു വേണ്ടി അഘോരാത്രം രാവും പകലും പ്രയത്നിച്ച നമ്മളുടെ ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു വീടിന്റെ തൊട്ട് മുന്നിൽ ഒരു സ്ഥാപനം, അത് അവർക്ക് അതിന്റെ അഭിവൃദ്ധി ഉണ്ടായിരിക്കും. തൊട്ടപ്പുറത്ത് ഗോമാതാവ്, അതിന്റെ അഭിവൃദ്ധി ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയേണ്ടത്, ആ സന്തോഷം എന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ബിനുവിനോടാണ്. കാരണം ബിനുവിന് പോലീസ് അദ്ദേഹത്തിന്റെ ആ നിസ്വാർത്ഥമായ സേവനം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹമാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഈ കുറ്റുമൺ ഇടുന്നതിന് വേണ്ടി ബർമയുടെ ട്രൗസറും ടീഷർട്ടും ഇട്ട് മുപ്പനോടൊക്കെ ചെയ്തു. കാണുമ്പോൾ എനിക്ക് തോന്നി അത്രയും വളരെ ആത്മാർത്ഥമായിട്ട്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിനൊപ്പം തോളോട് തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, സ്മിത്ത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയാണ് പരിശീലനം. വിദഗ്ധരായ ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് ഇവിടെ പരിശീലനം. പരിശീലനത്തിലേക്ക് പ്രവേശനം തുടരുന്നു. എല്ലാ പ്രായക്കാർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9456867708, മറ്റൊരു നമ്പർ 9447069912. തൃപ്പയാർ മുഗൾ ജ്വല്ലറി ഉടമ പുതിയ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ ഹാജിയുടെ മകൻ അബ്ദുൾ അസീസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. വാടനപ്പള്ളി ചക്കാമഠത്തിൽ പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം പണിക്കെട്ടി ശങ്കരനാരായണന്റെ ഭാര്യ ശാന്ത നിര്യാതയായി. 84 വയസ്സായിരുന്നു. ചക്രപാണി, രജിത, ഹരീഷ് എന്നിവർ മക്കളും സുബി, ദേവദാസ്, ഗായത്രി എന്നിവർ മരുമക്കളുമാണ്.
നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. ധനകാര്യ സ്ഥാപനത്തിൽ മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിൽ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് രാത്രിയിൽ 2 സമയങ്ങളിലായി വൻ തീപിടുത്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.